സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. മാർവൽ യൂണിവേഴ്സിൽ ഹൈപ്പ് കയറി ഒരു പടം വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ലീക്കുകളും ഈ ഒരു പടം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തിലുള്ള തിയറീസും മറ്റു പരിപാടികളും രൂപപ്പെടുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഇത്രമേൽ ചർച്ചകൾ വരുന്നത് ഈ ഒരൊറ്റ പടത്തിന് വേണ്ടി ആയിരിക്കണം. കിട്ടിക്കാണുമല്ലോ. ഡൂംസ്ഡേ പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഫാൻസിനും മറ്റു പ്രേക്ഷകർക്കും ഇത്രയധികം ആവലാതി എന്ന് ചോദിക്കുവാണെങ്കിൽ അതിനുള്ള ഉത്തരം മാർവലിന്റെ ഈ ഒരു മൾട്ടിവേഴ്സ് ആകെയിൽ തിരഞ്ഞ കിട്ടത്തില്ല. കുറച്ചധികം പിന്നോട്ട് നമ്മൾ നടക്കേണ്ടി വരും. അതെ, മാർവലിന്റെ തന്നെ 2020 എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇൻഫിനിറ്റി വാർ എന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് സൂപ്പർ ഹീറോസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി മാർവൽ യൂണിവേഴ്സിന്റെ ബാനറിൽ തന്നെ ഒരു പടം കാണുവാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നേരെ തിയേറ്ററിൽ കയറി ചന്തി ഉറപ്പിച്ചിരുന്ന് സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഒന്നുമില്ല, താനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കാണിച്ച്. സാധാരണ മാർവലിൽ ഒരുപാട് വില്ലന്മാരെ കാണുന്നതാണല്ലോ, അതുകൂട്ടൊരു വില്ലൻ എന്നുള്ള രീതിക്ക് കണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ്റെ ഒരു കയ്യിൽ തോറ് കിടന്ന് പടയുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു മാർവൽ യൂണിവേഴ്സിൽ നടക്കുന്നതെന്ന് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കിയിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് സെക്കൻഡിൽ കാണിക്കുന്നത് ഒരൊറ്റ അടിക്ക് ഹൾക്കിനെ തന്നെ നോക്കൗട്ട് ചെയ്യുന്നു. എന്റെ അടുത്ത സെക്കൻഡിൽ ലോക്കിനെ തന്നെ കഴുത്തൊടിച്ച് കൊല്ലുന്നു, ആസ്ഗാർഡിനെ ഇല്ലാതാക്കുന്നു, സ്പേസ് സ്റ്റോൺ കൈക്കലാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം ഒരു ബാങ്ങർ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി വാർ തന്നെയാണ്. ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീക്വൻസ് ലീക്കിനെ പറ്റി പറയാൻ വന്നിട്ട് ഇവിടെ എന്തോന്ന് ഇൻഫിനിറ്റി വാറിനെ പറ്റി പറയുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ അർത്ഥമുണ്ട്. ഇൻഫിനിറ്റി വാറിൽ തന്നെ താനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലനെ പ്രസന്റ് ചെയ്ത് ഇജാതി ഒരു ബാങ്ങർ ഓപ്പണിംഗ് സീക്വൻസ് നമുക്ക് കാണിച്ചു തന്നെങ്കിൽ അതിന്റെ ഒരു 10 ഇരട്ടിയോളം വലിപ്പമുള്ള കണ്ടന്റുമായിട്ടാണ് ഡൂംസ്ഡേ വരുന്നത്. ആൻഡ് ഡൂമായിട്ട് നമ്മുടെ RDJ തന്നെ വരുന്നത്. സോ ഇവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരും? സോ ദ എക്സ്പെക്ടേഷൻസ് ആർ അന്ത ലെവൽ ഹൈ. അങ്ങനെ അനന്തമായ എക്സ്പെക്ടേഷൻസുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരുപാട് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള തിയറീസ് ഒക്കെ ഞാൻ കണ്ടു. ആൻഡ് അതിൽ നിന്നുള്ളൊരു തിയറിയെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തിയറിയെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഫാൻ ഫേവറേറ്റ് തിയറി എന്ന് ഞാൻ പറയാനായിട്ട് കാരണം ഈ ഒരു തിയറി അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡ് സോഴ്സസ് എല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യിപ്പിച്ച് ഇൻകേഷൻ ഇവന്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് മിച്ചം വരുന്ന യൂണിവേഴ്സുകളെല്ലാം ഒട്ടിച്ച് ചേർത്ത് ഒരു പുതിയ ബാറ്റിൽ ഗ്രൗണ്ട് എന്നൊക്കെ വിളിക്കത്തക്ക രീതിയിലുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡൂമിന്റെ ഉദ്ദേശം എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാമല്ലോ. സോ ഈ ഒരു ഇൻകേഷൻ ഇവന്റിന് ഡൂംസ്ഡേയിലായാലും സീക്രട്ട് വാർസിലായാലും നല്ല രീതിക്ക് ഒരു പ്രാധാന്യം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേയുടെ ആ ഒരു ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻകേഷൻ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻകേഷൻ ഇവന്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏത് രണ്ട് യൂണിവേഴ്സുകൾ തമ്മിലാണ് കൊളൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. സോ ഇവിടെ പറയപ്പെടുന്ന രണ്ട് യൂണിവേഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്മെൻ യൂണിവേഴ്സും നമ്മുടെ ടോബി മെഗ്യൂറിന്റെ സാം റൈമി സ്പൈഡർ യൂണിവേഴ്സുമാണ്. അലിവേ മത്തിക്കറി എന്നൊക്കെ പറയുന്ന കൂട്ട് ഒരു തരത്തിലും ഒരു കോമ്പിനേഷൻ ഇല്ലാത്തൊരു രണ്ട് യൂണിവേഴ്സുകളാണല്ലോ എന്നുള്ള രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടേ, ചിന്തിക്കാൻ വരട്ടെ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു ഇൻകേഷൻ ഇവന്റ് സംഭവിക്കുമ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോസിന്റെ ഒരു മനോഗതിയെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ചു കളയാം. ഇൻകേഷൻ ഇവന്റിനെ മാർവലിൽ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിക്ക് പലതരത്തിലുള്ള തിയറികളിലും മാർവലിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പടത്തിൽ തന്നെ അത് ചെറുതായിട്ട് ടീസ് ചെയ്ത് പറയുന്നുണ്ട്. ആരെങ്കിലും ഡ്രീം വാക്ക് ചെയ്താലോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സൽ ട്രാവൽ നടത്തി വേറൊരു യൂണിവേഴ്സിലോട്ട് പോയാലോ ഒക്കെ ഈ ഒരു ഇൻകേഷൻ ഇവന്റ് ട്രിഗർ ചെയ്യപ്പെടാനായിട്ടുള്ള ചാൻസസ് ആർ ഹൈ. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് യൂണിവേഴ്സുകൾ പരസ്പരം അങ്ങ് കൊളൈഡ് ചെയ്ത് ഇല്ലാതാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു ഇൻകേഷൻ ഇവന്റ്. അപ്പോൾ ഇവിടെ രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൊളിഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ യൂണിവേഴ്സിനെ കൊളൈഡ് ചെയ്യാനായിട്ട് അവിടെ ഒന്നുമില്ലല്ലോ. സോ അതുകൊണ്ട് അവിടെ ഒരു സേഫ് ആവാം. സോ അങ്ങനെ ഒരു കൊളിഷൻ ഒഴിവാക്കണമെങ്കിൽ ഒരു യൂണിവേഴ്സ് ഓൾറെഡി ഇല്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ യൂണിവേഴ്സിലുള്ള ആൾക്കാർ വന്നിട്ട് ഈ ഒരു യൂണിവേഴ്സിലുള്ള പാവപ്പെട്ടവരെ എല്ലാവരും അങ്ങ് കൊന്നു കളഞ്ഞ ആ യൂണിവേഴ്സ് ഇല്ലാതാക്കേണ്ടി വരും. സ്വന്തം യൂണിവേഴ്സ് മൊത്തത്തിൽ നശിക്കാനായിട്ട് ആരും ആഗ്രഹിക്കത്തില്ലല്ലോ. അതിന് നമുക്ക് സ്വാർത്ഥത എന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ടിപ്പിക്കൽ രീതിയിൽ നമുക്ക് ഇതിനെ സൂപ്പർ ഹീറോ സൂപ്പർ വില്ലൻ എന്നുള്ള രീതിക്ക് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റത്തില്ല. സോ സൂപ്പർ ഹീറോസിന്റെ ഇടയിൽ തന്നെ വല്ലാത്തൊരു എന്താ പറയുക ഒരു മോറൽ ഡൈലേമ തന്നെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. സോ ഇതൊരു ടോബി മെഗ്യൂറിന്റെ യൂണിവേഴ്സും എക്സ്മെൻ യൂണിവേഴ്സും തമ്മിലുള്ള ഒരു കൊളിഷൻ ഉണ്ടാവാനാണ് ചാൻസസ് എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങളിലേക്ക് ഇനി വരാം. ഈ ഒരു ഇൻകേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടിനെ ആളുകളുടെ മനസ്സിൽ നല്ലോണം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇപ്പോഴും പലർക്കും ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ പടത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെ ഒരു സീക്വൻസ് കാണിക്കണം എന്നുള്ളൊരു കാര്യം ഏകദേശം കൺഫേം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു ഫെയിം ഉള്ള രണ്ട് യൂണിവേഴ്സുകൾ തമ്മിലുള്ള ഒരു കൊളിഷനാണ് ഇവർക്ക് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി വീണ്ടും രണ്ട് യൂണിവേഴ്സുകൾ കാണിച്ച് അതിനെ ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടുവരാനൊന്നും ടൈമില്ല. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ഈ ഒരു രണ്ട് യൂണിവേഴ്സുകളും. ഹൈപ്പ് കയറ്റാനായിട്ട് ഡൂംസ്ഡേയുടെ പേരിൽ 4 ടീസറുകൾ ഇറക്കി വിട്ട കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൽ തന്നെ ആ ഒരു എക്സ്മെൻ യൂണിവേഴ്സിലെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ടീസറിലേക്ക് നമുക്ക് വരാം. പ്രൊഫസർ എക്സിന്റെ കൈയും പിടിച്ചുകൊണ്ട് മാഗ്നെറ്റോ ഭയങ്കര വികാരധീനനായിട്ട് അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. മരണം അതെല്ലാവരെയും തേടി വരും, അതൊരു വലിയ കാര്യമല്ല. എന്നാൽ മരണം വരുന്ന സമയത്ത് നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രധാന വിഷയം. മാഗ്നറ്റ് വികാരധീനനായിട്ട് ഇത്തരത്തിലൊരു ഡയലോഗ് പറയുമ്പോൾ അന്ന് എനിക്ക് ചെറിയൊരു പന്തികേട് തോന്നിയതാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇറ്റ് കണക്ട്സ്. അതായത് ഈ ഒരു ഇൻകേഷൻ ഇവന്റ് നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പുള്ളി നേരത്തെ മനസ്സിലാക്കി കാണണം. എന്നാൽ മറ്റൊരു യൂണിവേഴ്സിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രൊഫസർ എക്സിനെ പെട്ടെന്ന് അങ്ങ് ആ ഒരു ഐഡിയ ദഹിക്കാൻ വഴിയില്ല. നമ്മുടെ യൂണിവേഴ്സിലെ ആളുകളെ സേഫ് ആക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഉദ്ദേശം ഒരു വശത്തുണ്ട്. എന്നാൽ പോലും മറ്റൊരു യൂണിവേഴ്സിലെ ഇന്നസെൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കൊന്നു തള്ളേണ്ടി വരും എന്നുള്ള
എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പുള്ളിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ മാഗ്നറ്റ് കൂടെ ട്രൈ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു സംഭവത്തിന്റെ സീരിയസ്നെസ് എന്താണെന്നും നമ്മുടെ യൂണിവേഴ്സ് സേഫ് ആകണമെങ്കിൽ ഇത് മാത്രമാണ് വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ എന്നുള്ള ഒരു കാര്യം നമ്മുടെ പ്രൊഫസർ എക്സിനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു ഡയലോഗ് ആയിട്ടാണ് എനിക്കിതിപ്പോൾ തോന്നുന്നത്. മാത്രമല്ല ടീസറിന്റെ എൻഡിൽ സൈക്ലോപ്സ് തന്റെ ഗോഗിൾസ് ഊരിക്കൊണ്ട് ആ ഒരു ലേസർ റൈസ് ഇജക്ട് ചെയ്യുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ മുഖത്ത് താൻ ഒട്ടും ആഗ്രഹിക്കാതെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നതിലുള്ള ആ ഒരു ദേഷ്യം എവിഡന്റ് ആയിട്ട് കാണാം. സോ ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവിടെ പുള്ളി തീർക്കുന്നത്. സോ മിക്കവാറും ഇതിന്റെ ചൂട് പിടിച്ച് നടക്കുന്ന ഒരു സംഭവമായിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട് എന്നാൽ തന്നെ ഏതൊരു യൂണിവേഴ്സാണ് മറ്റൊരു യൂണിവേഴ്സിനെ ഇല്ലാതാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അന്തിമ വിജയം ആർക്കൊപ്പം എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം വരികയാണെങ്കിൽ ശങ്കിക്കേണ്ട ആവശ്യമേ ഇല്ല. ഉത്തരം വ്യക്തമാണ്. ടോബി മെഗ്യൂറിന്റെ യൂണിവേഴ്സ് ആയിരിക്കും മിക്കവാറും നശിക്കാനായിട്ട് പോകുന്നത്. കാരണം ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാനായിട്ട് അവിടെ മെയിൻ ആയിട്ട് സ്പൈഡർമാൻ തന്നെ ഉള്ളൂ. പിന്നെ അവിടെ എക്സ്മാനോ അവഞ്ചേഴ്സോ എന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഉള്ളതായിട്ട് കൃത്യമായിട്ട് കാണിക്കുന്നില്ല. ചെറിയ ചെറിയ റെഫറൻസ് അവിടെ ഇവിടെയും കൊടുക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ. സോ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഡെഡ്പൂളും വോൾവറിനും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ. സോ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനായിട്ട് മാർവലും ശ്രമിച്ചേക്കും എന്ന് ഞാൻ പറയുമ്പോഴും പൂർണ്ണമായിട്ട് അതങ്ങ് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം റയാൻ റെനോൾഡ്സിന്റെ ആയാലും ഹ്യൂഗ് ജാക്ക്മാന്റെ ആയാലും ടോബി മെഗറിന്റെ ആയാലും പേര് ആ ഒരു ചെയർ അനൗൺസ്മെന്റിൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. സോ ഇതുവരെയും കൺഫേം ചെയ്യപ്പെടാത്ത കുറച്ച് ആക്ടേഴ്സിന്റെ പേര് വെച്ച് രൂപപ്പെടുത്തിയ ഒരു തിയറിയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്തരത്തിലൊരു കാസ്റ്റ് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു സർപ്രൈസ് എലമെന്റ് ആക്കി വെക്കാൻ അവരും എന്തായാലും ശ്രമിച്ചേക്കും. ഈ ഒരു ബോംബ്, ഈ ഒരു സർപ്രൈസ് ബോംബ് എന്തായാലും പടത്തിലിട്ട് പൊട്ടിക്കാൻ തന്നെ അവരും വിചാരിക്കത്തുള്ളൂ. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ടോബി മെഗീർ ഇതിൽ മരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. TVA മെമ്പേഴ്സ് ടോബി മെഗീറിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാനും ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻകേഷൻ ഇവന്റിൽ മെയിൻ ആയിട്ട് സ്പൈഡർമാൻ്റെ ഒരു സാന്നിധ്യം ഇനവിറ്റബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഇൻകേഷൻ ഇവന്റുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിലാണ്. സോ ടോം ഹോളൻഡിനേക്കാൾ കൂടുതൽ അവിടെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ടോബി മെഗീർ കുറച്ചുകൂടി ആപ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ ഒരു സീക്വൻസ് വെക്കുന്നില്ല. ടോബി മെഗീറിന്റെ ഒരു ഡെത്ത് ആണ് ഒരു പ്ലാൻ ചെയ്യുന്നത് എന്നാൽ പോലും എന്താ പറയുക, അതൊരു കൃത്യമായ രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. ചുമ്മാ വന്നങ്ങ് ടോബിയെ കൊന്നുപോകുന്നു എന്നുള്ളൊരു രീതിക്ക് ആ ഒരു സീക്വൻസ് എടുത്തു വെക്കാനായിട്ട് പറ്റത്തില്ല. അവിടെയാണ് ഞാൻ ഇൻഫിനിറ്റി വാറിന്റെ ഓപ്പണിംഗ് സീക്വൻസ് പറഞ്ഞതിന്റെ കാര്യം കടന്നു വരുന്നത്. താനോസ് വന്നിട്ട് അതുവരെ സീനില്ലാതിരുന്ന താനോസ് വന്നിട്ട് തോറിനെ, ലോക്കിനെ, ഹൾക്കിനെ അടിച്ചിട്ടിട്ടാണ് അവിടുന്ന് പോയത്. ബട്ട് നമ്മൾ ആരും അത് ക്വസ്റ്റ്യൻ ചെയ്തില്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം എന്താണ്, അവിടെ ഒരു റീസണിങ് ഉണ്ടായിരുന്നു, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു റീസണിങ് ഉണ്ടായിരുന്നു. സോ ആ ഒരു രീതിക്ക് ഈ ഒരു സീക്വൻസിന് കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ റൂസോ ബ്രദേഴ്സിന് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എന്ന് തന്നെയല്ല സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഓപ്പണിംഗ് സീക്വൻസ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് ഡൂംസ്ഡേയിൽ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫൈറ്റ് സീക്വൻസിൽ നമ്മുടെ ഡോക്ടർ ഡൂം നേരിട്ട് ഇറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അങ്ങനെ അത്ര ചാൻസ് ഇല്ല. ഈ ഒരു ഫൈറ്റിനെ ചുക്കാൻ പിടിക്കുന്ന രീതിയിലായിരിക്കും ഡോക്ടർ ഡൂമിനെ കാണിക്കുന്നത്. പുള്ളിയുടെ ഒരു മൈൻഡ് പ്ലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ് പുള്ളി സൂപ്പർ ഹീറോസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് യൂണിവേഴ്സുകൾ തമ്മിൽ ഇൻകേഷൻ ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആൻഡ് അറ്റ് ലാസ്റ്റ് പുള്ളി തന്നെ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലോട്ട് മാറുന്നത് എന്നുള്ള ഒരു മൈൻഡ് പ്ലേ ആയിരിക്കും നമ്മൾ ഈ കൂടുതൽ ഡൂമിന്റെ രീതിക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സാധാരണ പടങ്ങളിൽ 3 ആക്ട് സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ ഡൂംസ്ഡേയിൽ നിങ്ങൾക്ക് ഒരു 5 ആക്ട് സ്ട്രക്ചറെങ്കിലും എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിക്ക് റൂമേഴ്സുകൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻകേഷൻ ഇവന്റിലൂടെയുള്ള കൂട്ടിയിടി ടോബി മെഗീറിന്റെയും ഈ ഒരു എക്സ്മാൻ യൂണിവേഴ്സും തമ്മിലുള്ള ഒരു കൊളീഷനിൽ ഒതുങ്ങി നിൽക്കാൻ പോകുന്നില്ല. അതിനുശേഷം അടുത്ത യൂണിവേഴ്സിനെ നോക്കിക്കൊണ്ട് ഈ ഒരു കൊളീഷൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ അറ്റ് ലാസ്റ്റ് ഈ ഒരു എക്സ്മാൻ യൂണിവേഴ്സിനെ നമ്മുടെ എർത്ത് 616 OG അവഞ്ചേഴ്സിനെ തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്ന രീതിക്കായിരിക്കണം ഈ ഒരു പടത്തിന്റെ പോക്ക്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ഈ ഒരു പടത്തിന് 5 ആക്ട് സ്ട്രക്ചർ കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോ പടത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ആക്ടായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ടോബിയുടെ യൂണിവേഴ്സും എക്സ്മാൻ യൂണിവേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കാം. അതിനുശേഷം ഈ ഒരു അവഞ്ചേഴ്സും എക്സ്മാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കാം. മൂവിംഗ് ഓൺ ഈ ഒരു അവഞ്ചേഴ്സും എക്സ്മാനും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഡോക്ടർ ഡൂമിന് നേരെ നടത്തുന്ന ഒരു ഫൈറ്റ്. അതിനുശേഷം പ്രീ ക്ലൈമാക്സ് പിന്നെ ക്ലൈമാക്സ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഒരു 5 ആക്ട് സ്ട്രക്ചർ ആയിരിക്കാം പടത്തിൽ പ്ലാൻ ചെയ്യപ്പെടുന്നത്. പരിപാടി കേൾക്കാനൊക്കെ കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുണ്ട്. ടോബി മെഗ്യൂറിന്റെ ഒരു ഡെത്ത്, പിന്നെ ഒരു സാം റൈമി യൂണിവേഴ്സിന്റെ ഒരു കൊളാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പടത്തിൽ കാണുമ്പോൾ ഒരു രസമായിരിക്കാം. അത് കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിടിലമായിരിക്കും. ഡൂമിന്റെ പ്ലാൻ എന്താണ്, ഇൻകേഷൻ എവന്റിന്റെ ആ ഒരു തീവ്രത എന്താണെന്നുള്ള ഒരു കാര്യമൊക്കെ ആദ്യത്തെ 2-3 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സീക്വൻസ് വരികയാണെങ്കിൽ ആൾക്കാർക്ക് കത്തിക്കിട്ടും. നോക്കാം ഏതൊരു രീതിക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ അടുത്തടുത്ത് തന്നെ ലീക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോ അപ്പോൾ പറഞ്ഞത് വെച്ച് ഈ ഒരു നിലയ്ക്കാണ് പടത്തി സീൻ വരുന്നത്. എന്നാൽ നിങ്ങൾ അതിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു കാര്യവും ഈ ഒരു ടോബി മെഗീറിന്റെ എൻഡിങ് ഒക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് നേരെ വീണ്ടും കാണാം.